പ്രിയമുള്ളവരെ, എൻ്റെ പേര് ഫാദർ ഗോഡ്സൺ, വീട്ടുപേര് കണ്ണമ്പ്ലാക്കൽ. ഞാൻ ഇടുക്കി രൂപത അംഗമാണ്. അച്ഛനായിട്ടിപ്പോൾ 7ാമത്തെ വർഷം ആണ്. ജനിച്ചു വളർന്നത് കണ്ണൂരായിരുന്നു. പപ്പ അവിടെ പോലീസിലും അമ്മ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എൻ്റെ ദിവികാരുണ്യ അനുഭവങ്ങൾ ആണ് എന്നെ ഒരു വൈദികനാക്കി മാറ്റിയതെന്ന് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ബോധ്യം വരികയാണ്. ഓരോ ദിവസവും ഈശോയുടെ ബലിയർപ്പിക്കുമ്പോൾ എൻ്റെ പപ്പ അമ്മ ഉദ്യോഗസ്ഥരായിരുന്നെങ്കിലും അവരവരുടെ തിരക്കുകൾക്കിടയിലും ദേവാലയത്തിൽ ഞങ്ങളെ കൊണ്ടുപോകാൻ, എനിക്കൊരു അനിയനുണ്ട്, കല്യാണം കഴിഞ്ഞു, 2 പിള്ളേരുണ്ട്. ഞങ്ങളെ രണ്ടുപേരെയും കുഞ്ഞിലേ മുതൽ ദേവാലയത്തിലേക്ക് അടുപ്പിച്ച് നിർത്തിയ ഒരു ഘടകം എൻ്റെ അപ്പനും അമ്മയായിരുന്നു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലേക്ക് ഉള്ള വലിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് അന്ന് മുതലാണ്. ദേവാലയത്തോടും പ്രത്യേകിച്ച് ഈശോയ്ക്ക് വേണ്ടിയാണ് ഓരോ ശുശ്രൂഷയും പപ്പയും അമ്മയും ചെയ്യുന്നതെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ആ കണ്ണൂരിലെ ജീവിതം എന്നെ വളർത്തി. പ്രത്യേകിച്ച് ഞങ്ങൾ തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയിലായിരുന്നു ഇടവക അംഗങ്ങളായിട്ട് ചേർന്നിരുന്നത്. അപ്പോൾ അന്ന് മുതൽ വന്നുപോയ അച്ഛന്മാർ ഒക്കെ ഞങ്ങളെ ഈ ദിവികാരുണ്യ ഭക്തിയിലേക്ക് കൂടുതൽ അപ്പനോടൊപ്പം അമ്മയോടൊപ്പം വളർത്തുന്നതിൽ സഹായമായിട്ട് മാറി. ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന അന്ന് മുതൽ ഞാൻ കാണുന്ന അന്ന് മുതൽ 1 മണിക്കൂറാണ് കുടുംബ പ്രാർത്ഥന. അപ്പോൾ അത് ഞങ്ങൾ ഉറങ്ങിപ്പോയാലും ഞങ്ങൾ ചെറിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കിടന്നാലും പപ്പ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി പപ്പയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒക്കെ അടിയുറച്ച് വളരാൻ കാരണമായിട്ട് മാറി. ഒപ്പം തന്നെ ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിലൊക്കെ പപ്പ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ തെരുവിലൊക്കെ ആരെങ്കിലുമൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ മനസ്സിൽ കൂട്ടി സൂക്ഷിച്ചു വെച്ച് അവരെ വീട്ടിൽ കൊണ്ടുവന്ന് അവരെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾക്കൊരു ഓട്ടോ ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ഓട്ടങ്ങളൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ ആ ഓട്ടോയിൽ ഞങ്ങളെ കൂട്ടി, എന്നെയും അനിയനെയും കൂട്ടി, പപ്പയുടെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു പോലീസുകാരൻ, അദ്ദേഹത്തെയും കൂട്ടി ഞങ്ങൾ ഈ തെരുവിൽ വീണെടുക്കുന്ന ആളെ എടുത്തുകൊണ്ടുപോയി ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ജയരാജച്ചൻ്റെ ആശ്രമമുണ്ട്, പ്രത്യാശ ഭവൻ എന്ന് പറയുന്ന മേലച്ചോയിലുള്ള ആശ്രമത്തിൽ ഞങ്ങളെ എത്തിക്കുമായിരുന്നു. അവിടെ കപ്പൂച്ചനച്ചന്മാരുടെ ആശ്രമമാണ്. ഒത്തിരി ആളുകളെ അവിടെ, അഗതികളെ അവരോട് ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ നേതൃത്വത്തിൽ. അപ്പം ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിലും അല്ലെങ്കിൽ പപ്പയ്ക്ക് ഫ്രീ ഉള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ പോയി അവരെ ശുശ്രൂഷിക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരെ ക്ലീനിങ് നടത്തുകയും അവർക്ക് മുടി വെട്ടിക്കൊടുക്കുന്ന ഒക്കെ കാണുകയും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. അതിന് കാരണം പപ്പയും അമ്മയാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പം അന്ന് മുതൽ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഇതെങ്ങനെയാണ് അച്ഛന് ചെയ്യാൻ പറ്റുക. എനിക്കൊരു അച്ഛനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ ഒരു ദൈവവിളി എനിക്ക് അവിടെ നിന്നാണ് തുടക്കം കുറിച്ചത്. പിന്നീട് സെമിനാരിലൊക്കെ വന്നു കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ആഗ്രഹം സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഇത് അച്ഛനെ പോലെ, ഈ സ്റ്റീഫൻ ജയരാജ് അച്ഛനെ പോലെ ഒരു അച്ഛനായിട്ട് മാറണം എന്നായിരുന്നു. സെമിനാരിൽ വന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയായിരുന്നു. സോഷ്യൽ വർക്ക്, അഗതികളെ സംരക്ഷിക്കാൻ, അത് കുട്ടികളെ നോക്കുക, അങ്ങനെയൊക്കെയാണ്. പക്ഷേ പിന്നീട് എൻ്റെ പഠനങ്ങളും ഒക്കെ അത് ഓരോ വർഷം കഴിയുമ്പോഴും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇവർക്ക് ഒരു പവറുണ്ട്. ആ പവർ തരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ കുർബാനയാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ഞാൻ കടന്നെത്തി. അതുകൊണ്ടാണ് ആൾക്കാരെന്ത് തെറ്റിദ്ധരിച്ചാലും ആൾക്കാരെന്ത് പറഞ്ഞാലും അച്ഛൻ അവിടെ, പാർട്ടിക്കാരും ഒക്കെ അച്ഛന് എതിർപ്പുണ്ടായിരുന്ന സമയത്തും അച്ഛൻ അവിടെ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ ഒക്കെ എതിർപ്പുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ പിടിച്ചു നിൽക്കാൻ കാരണമായിട്ട് മാറിയത് ഇങ്ങനെയുള്ള ഒരു ദിവ്യകാരുണ്യ അനുഭവം, അല്ലെങ്കിൽ അച്ഛൻ വ്യക്തിപരമായിട്ട് ഈശോയെ സ്നേഹിച്ചിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. അത് എൻ്റെ പിന്നീട് ദൈവവിളിയൊക്കെ ഇങ്ങനെ മുട്ടിട്ട് വളർന്ന് അതൊരു ഉദ്യാനത്തിൽ ഒരു ചെടി വളർന്നു വരുന്ന പോലെ വളർന്ന്, അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടായിരുന്നു അച്ഛൻ അങ്ങനെ അത്രയും ധീരതയോടുകൂടി ഒരു കാര്യം ചെയ്യാൻ ഇടയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ വളർന്ന് ഇതൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി പപ്പ പരിശ്രമിച്ചിരുന്നു, അമ്മച്ചിയും പരിശ്രമിച്ചിരുന്നു. അപ്പോൾ അപ്പനും അമ്മയും കാണിച്ചു തന്ന, അല്ലെങ്കിൽ കുർബാനയിൽ അവർ മനസ്സിലാക്കിയല്ല, അവർ അനുഭവിച്ച ഈശോയുടെ സ്നേഹം ഞങ്ങളിലേക്കും പതിയെ അവരറിയാതെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. അപ്പം അങ്ങനെ ആ ദിവികാരുണ്യ ഈശോയോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വലിയ അത്ഭുതങ്ങൾ ലോകത്തിലെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളെന്ന വലിയ ബോധ്യത്തിലേക്ക് ഞാൻ അങ്ങനെ കടന്നു വരാൻ ഇടയായി. അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന, ബലിവേദി മുന്നിലാ
മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. പിന്നീട് സെമിനാരിയിൽ ഞാൻ അച്ഛനാവാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങി. മൈനർ സെമിനാരി കഴിഞ്ഞു. അതിനുശേഷം കുന്നോത്ത് സെമിനാരി ചെന്നു തലശ്ശേരിയിൽ. അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടെ ഈശോയെ അടുത്തറിയാനുള്ള അവസരം കിട്ടി. അവിടെ ലലിയ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം 9 മണിക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം അരമണിക്കൂർ ആരാധന ഓരോരുത്തരും മാറി മാറി ഓരോ ക്ലാസ്സിൽ ഓരോർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ മാറി മാറി ഇരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈശോയുടെ അടുത്ത് ഇരിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ സമർപ്പിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള വ്യക്തിപരമായ കുറച്ച് സമയം ഈശോയായിട്ട് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം. അപ്പോൾ അത് ഓരോരുത്തർക്ക് അത് കിട്ടുന്ന ദിവസം അവർ പോയിരിക്കുന്നു. അതിനുശേഷം അവരവരുടെ ബാക്കി ദിവസങ്ങളിൽ മറ്റ് കാര്യങ്ങളിൽ അവർ വ്യാപൃതരാകുന്നു. പക്ഷേ എനിക്ക് ആ ഒരു അരമണിക്കൂർ ചാപ്പലിലെ ലൈറ്റൊക്കെ ഓഫാക്കി ഈശോയുടെ അടുത്ത് ഇരിക്കുന്ന ഒരു അനുഭവം വളരെ ഹൃദ്യത ഉള്ള ഒരു അനുഭവമായിട്ട് മാറി തുടങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ എക്സാം സമയങ്ങളിലൊക്കെ നമുക്കറിയാം ഫിലോസഫി പഠിക്കുന്ന സമയമാണ്. ഫിലോസഫി ഒത്തിരി പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇഗ്നോയുടെ ഫിലോസഫി സിലബസാണ് ഫോളോ ചെയ്യുക. കുറേ പഠിക്കാനുണ്ട്, അസൈൻമെൻറ്റ്സ് കുറേ എഴുതാനുണ്ട്. അപ്പം പരീക്ഷയുടെ തലേദിവസങ്ങൾ സെമിനാരിലെ പരീക്ഷ എഴുതണം, ഒപ്പം തന്നെ നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ എഴുതണം. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ എല്ലാ ദിവസവും നമുക്ക് ഒരു ദിവസം മാത്രം ഇരുന്നാൽ മതി, പക്ഷേ എല്ലാ ദിവസവും പരീക്ഷയുടെ തലേദിവസം ഞാൻ അരമണിക്കൂർ ഈശോയുടെ അടുത്തിരുന്ന് ആ ആരാധന കൂടിയിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പിന്നീട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. കാരണം വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ്, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈശോ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ച ഒരു അനുഭവത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ എല്ലാ അവിടെ തുടങ്ങിയ ഒരു ശൈലി അത് പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം ഈശോയുടെ അടുത്തിരുന്ന് എടുത്തിട്ട് മാത്രമേ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കത്തുള്ളായിരുന്നു. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. അതിനുശേഷം ഞാൻ അവിടുന്ന് റീജൻസിക്ക് ഇടുക്കി രൂപതയിലെത്തി. അതിനുശേഷം മംഗലപ്പുഴ സെമിനാരിയിലാണ് എനിക്ക് മറ്റൊരു വലിയൊരു അനുഭവം, എൻ്റെ ജീവനെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ ഫസ്റ്റ് ഇയർ തിയോളജി ഉടുപ്പൊക്കെ ഇട്ട് മംഗലപ്പുഴ സെമിനാരിയിൽ ചെന്നു. ചെന്ന ആ വർഷം തന്നെ എനിക്ക് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ എനിക്ക് ഡെങ്കിപ്പനി പിടിപെട്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ബ്രദേഴ്സിനും ഡെങ്കിപ്പനി പിടിപെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നെ കണ്ടപ്പോൾ തന്നെ അവിടെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ സ്ഥിരം നമ്മൾ ബ്രദേഴ്സിനെ കൊണ്ട് പോകുന്നതുകൊണ്ട് കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ക്യൂ നിൽക്കുമായിരുന്നു. അച്ഛൻ വന്നിട്ട് എൻ്റെ ക്ഷീണം കണ്ടിട്ട് എന്നെ പിടിച്ച് അച്ഛൻ ഡോക്ടറിനെ എടുത്തുകൊണ്ട് പോയിട്ട് ബ്രദറിനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റാക്കി. അങ്ങനെ എൻ്റെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് ഓരോ ദിവസം കുറയുന്നതായിട്ട് ഡോക്ടറെ ഇടയ്ക്ക് സിസ്റ്റർമാർ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സീരിയസ് ആണെന്ന് ഡോക്ടർ പറയാൻ തുടങ്ങി. അത് കുറഞ്ഞ് 18,000 വരെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം, എൻ്റെ പനി മാറുന്നില്ല, പനി കുറയുന്നില്ല. കൂടെയുള്ള ബ്രദേഴ്സൊക്കെ വെള്ളമൊക്കെ വെച്ച്, ഇങ്ങനെ തണുത്ത വെള്ളമൊക്കെ വെച്ച്, ഐസൊക്കെ വെച്ച് എൻ്റെ പനി കൺട്രോൾ ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സാധിക്കാതെ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതാണ്ട് എൻ്റെ ജീവൻ്റെ അവസാനത്തെ കാലഘട്ടമൊക്കെ ആയി. ഇത്രയൊക്കെ മതി, ദൈവത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എന്തായാലും മരിക്കാൻ പോവാണ്, അപ്പം ഈശോയെ സ്വീകരിക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ അവിടെ ഉണ്ടായിരുന്ന അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ പേര് തച്ചിൽ അച്ഛൻ എന്നാണ്. അച്ഛൻ ഫിലോസഫിയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛനാണ്. അച്ഛൻ സെമിനാരിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ സ്പിരിച്വൽ ഫാദറായിട്ട് അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് വന്നു. അച്ഛൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, പേടിക്കുന്നു വേണ്ട, ഈശോ സൗഖ്യപ്പെടുത്തിക്കോളും. ഞാൻ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു. എന്നിട്ട് അച്ഛൻ എനിക്ക് പാപമോചനം തന്നു. അതിനുശേഷം ഞാൻ കുർബാന സ്വീകരിച്ചു, ഈശോയെ സ്വീകരിച്ചു. അപ്പം അതിനുശേഷം എനിക്ക് വളരെ ശാന്തത മനസ്സിൽ അനുഭവപ്പെട്ടു. ബാക്കിയെല്ലാ ബ്രദേഴ്സും അവർ ഡിസ്ചാർജ് ആയിട്ട് പോയി, ആശുപത്രിയിൽ നിന്ന് സെമിനാരിലേക്ക് പോയി. പക്ഷേ ഞാൻ അവിടെ കിടന്നു. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. എനിക്ക് സീരിയസ് കണ്ടീഷനൊക്കെ ആയി എന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O- ആയിരുന്നു. അപ്പം
ഓ നെഗറ്റീവ് ആയിരുന്നപ്പോൾ ആളുകളെ കിട്ടാനില്ല. സെമിനാറിൽ ഞങ്ങൾ 2 പേരെ ബ്രദേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു. ഒരു കല്യാൺ രൂപതയിലെ അച്ഛനുണ്ടായിരുന്നു, ജിതിൻ, ഞാനും മാത്രമേ ഓ നെഗറ്റീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓ നെഗറ്റീവ് ഉള്ള ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ അവർ മാക്സിമം ശ്രമിച്ച് കുറേ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ, അങ്ങനെ കുറച്ച് പേര്, ഒരു 5-6 പേര് വന്ന് ബ്രദറും കൂടെ കൂടി ആണ് എനിക്ക് ബ്ലഡ് കൊടുത്തത്. അങ്ങനെ പ്ലാസ്മ കയറ്റിയാണ് പതിയെ എൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങി. അപ്പം ആ പാരലായിട്ട് സെമിനാരിയിൽ അവർ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിലെ അന്നത്തെ ഞങ്ങളുടെ പ്രൊക്രേറ്റർ ആയിരുന്ന ഇരിഞ്ഞാലക്കുട രൂപത അംഗമായ പഞ്ഞിക്കാരനച്ഛൻ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെമിനാരിൽ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഭയങ്കര ബലമായിരുന്നു. എനിക്ക് വേണ്ടി സെമിനാരി മുഴുവനും, മംഗലപ്പുഴ സെമിനാരി ചരിത്രത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കം സ്റ്റാർട്ട് ചെയ്ത സമയങ്ങളായിരുന്നത്. അപ്പോൾ പപ്പയമ്മയൊക്കെ വന്നു സംസാരിച്ച്. അവരോട് ഞാൻ ഇതൊന്നും പറഞ്ഞൊന്നുമില്ല, എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഈശോയെ സ്വീകരിച്ച് കഴിഞ്ഞ ശേഷം ആരാധന നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വളരെ ഒരു ആനന്ദം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നു. എൻ്റെ ബോഡിയൊക്കെ ഭയങ്കര വെയ്റ്റ്ലെസ് ആയി, വെയിറ്റ് കുറഞ്ഞ പോലെ, ഭയങ്കര മനസ്സൊക്കെ ഭയങ്കര ഫ്രീ ആയി. പിന്നെ എല്ലാവരെയും ഞാൻ ഭയങ്കര, എൻ്റെ കൂടെ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന നേഴ്സുമാരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ സംസാരിക്കുന്നതൊക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. പിന്നീട് അവിടുന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ പ്ലേറ്റിലിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങി. അത് കൂടി പിന്നെ പതിയെ ഞാൻ ഓക്കെ, പനിയൊക്കെ കുറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് മനസ്സിലായി, ഞാൻ ഇപ്പം മരിക്കാനുള്ള ആളല്ല, എന്നെക്കൊണ്ട് കുറേ കാര്യങ്ങൾ ഈശോയ്ക്ക് ചെയ്യാനുണ്ട്. ഈശോ ചെയ്തിരുന്ന അതേപോലത്തെ കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ഓരോ സെമിനാറിൽ പഠിക്കുമ്പോഴും. അപ്പം അതിലേക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടെ ആളുകളെ ഈശോയിലേക്ക് ആകർഷിക്കാൻ, ദിവ്യകാരുണ്യത്തിലേക്കും ഈശോയുടെ സ്നേഹത്തിലേക്കും ഈശോയുടെ കരുണയിലേക്കും ഒക്കെ ആകർഷിക്കാനൊക്കെ ആയിട്ട് എന്നെ ഒരുക്കുകയായിരുന്നു ഈ ഒരു സഹനമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഡിസ്ചാർജായി സെമിനാരി വന്നു. പിന്നീട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് തന്നെ അത്ഭുതങ്ങളാണ്. കുറേ അനാഥ കുഞ്ഞുങ്ങളെയും അശരണരായ ആളുകളെയും തെരുവിൽ കഴിയുന്ന ആളുകളൊക്കെ ശുശ്രൂഷിക്കുന്ന തരത്തിലേക്ക് എന്നെ അവിടുത്തെ ലീഡർ സ്ഥാനം ഏൽപ്പിച്ചു. ഈ സോഷ്യൽ വർക്കിൻ്റെ ഒക്കെ അന്നുണ്ടായിരുന്ന മുണ്ടോളിക്കലച്ചൻ, പോൾ മുണ്ടോളിക്കലച്ചൻ, മാനന്തവാടി രൂപതയുടെ ഇപ്പോഴത്തെ മോൻസൻ ജോർജ് അച്ഛൻ ആണ് ഇപ്പം അച്ഛൻ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറേ സോഷ്യൽ വർക്കൊക്കെ ചെയ്യാനൊക്കെ ഞങ്ങൾ തീരുമാനമെടുത്തു. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റീഫൻ അച്ഛൻ എന്നെ കാട്ടിത്തന്ന ആ ദിവ്യകാരുണ്യ അനുഭവത്തിലേക്ക് ഈശോ എന്നെ കുറച്ചും കൂടെ വലിച്ചടിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ ഈ ഒരു സംഭവത്തിലൂടെ ഞാൻ വന്നു. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വേറെ ആരോടും പറയാറില്ല. ഞാൻ കരയുന്നത് റെയറായിട്ടാണ് ആളുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. ഞാനെപ്പോഴും ഇങ്ങനെ സന്തോഷം ഉള്ളിൽ ഇല്ലെങ്കിൽ ചില സമയങ്ങളൊക്കെ നമ്മൾ സങ്കടപ്പെട്ട് നടക്കുന്ന സമയം ആണെങ്കിലും പുറത്ത് സന്തോഷം കാണിച്ച് നടക്കാറുണ്ട്. ഞാൻ കരയുന്നത് എപ്പോഴും സക്രാരിക്ക് അടുത്ത് പോയിട്ടാണ് കരയാറുള്ളൂ. കാരണം മനുഷ്യർക്ക് ആർക്കും എൻ്റെ സങ്കടത്തിന് പരിഹാരം കണ്ടെത്തി തരാൻ പറ്റില്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കരയുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും കരയാൻ പോയിക്കൊണ്ടിരുന്ന സ്ഥലം സക്രാരിക്ക് അടുത്ത് താഴെ അവിടെ പോയി ഇരിക്കുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ദിവസങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലൊക്കെ സംസാരിക്കണ്ടേ, ഞാൻ ഇടപെട്ട എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളുള്ള ആ പ്രശ്നങ്ങളിലൊക്കെ ഞാൻ ഈശോയുടെ ആ ഒരു സംരക്ഷണം, ഈശോയുടെ സാന്നിധ്യം സ്മരിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം പോയി ദേവാലയത്തിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരുന്നത്. അപ്പം അത് പിന്നീട് ഞാനല്ല ചെയ്യുന്നത്, ഈശോയാണ് ചെയ്യുന്നത് എന്ന വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് സാധിച്ചു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പണ്ട് ആർക്കാണ് എൻ്റെ ശുശ്രൂഷ വേണ്ടതെന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ നടക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് എൻ്റെ വളർച്ചയുടെ, ഈ ആത്മീയ വളർച്ചയുടെ, പ്രത്യേകിച്ച് ദൈവവിളിയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, നിനക്കാവശ്യമുള്ള കാര്യങ്ങളല്ല നീ ചെയ്യേണ്ടത്, ഞാൻ കണ്ടെത്തി തരുന്ന ആളുകളുടെ ലൈഫിലാണ്, ജീവിതത്തിലാണ് നീ ഇടപെടേണ്ടതെന്ന് എന്ന വലിയ ബോധ്യം എനിക്ക് ഈശോ തന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മീൻ പിടിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്, ഫിഷ് ചെയ്യുന്നവർ, പത്രോസ് വലയിടുന്നു, അവരടുത്തേക്ക് മീനിനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവിടുന്നു, ഈശോ ആണ് പിന്നെ പാകം ചെയ്യുക. അപ്പം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ പിന്നീട് എൻ്റെ കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളൊക്കെ മാറി. ഞാൻ ആളുകളെ ആകർഷിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്, ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഈശോയുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ കുർബാന കണ്ടിന്യൂസ് എല്ലാ ദിവസവും നിങ്ങൾ കുർബാനയ്ക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം അവസാനിച്ചവിടെ. കാരണം ഈശോ ഏറ്റെടുക്കണം. ഈശോ തന്നെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ദൈവത്തോട് നിങ്ങൾ ചേർന്നിരിക്കുവിൻ, ദൈവം നമ്മോടും ചേർന്നിരിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവരെ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ
കാണും. ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം വിശുദ്ധിയാണ്. ആ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഈശോയുടെ അടുത്തേക്ക് കടന്നെത്താൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയുള്ളൂ എന്ന് ഈശോ എന്നെ ബോധ്യപ്പെടുത്തിയ വർഷങ്ങളായിരുന്നു പിന്നീടുള്ള വർഷങ്ങൾ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പ്രിയമുള്ളവരെ, ഞാനൊരു കുഞ്ഞിന് ആദ്യ കുർബാന കൊടുത്ത ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരികയാണ്. അത് ഞാൻ തിയോളജി പഠിക്കുന്ന സമയത്ത് ഒരു അനാഥാലയത്തിൽ പോകാറുണ്ടായിരുന്നു. കുറേ കുഞ്ഞുങ്ങളവിടെ അപ്പനും അമ്മയോ ഒക്കെ ഉപേക്ഷിച്ച കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഞാൻ ചെന്ന ആദ്യ ദിവസം അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന അനാഥാലയമാണ്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞിനെ കിട്ടി 3 ദിവസം മുമ്പ്. അപ്പോൾ എനിക്കൊരു കൗതുകം ആ കൊച്ചിനെ ഒന്ന് കാണാൻ. അങ്ങനെ ഞാൻ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ സിസ്റ്റർമാർ എനിക്ക് ആ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് തന്നു. അപ്പം എന്തെന്നില്ലാത്തൊരു അനുഭവം എനിക്ക് ഉണ്ടായി. കാരണം അപ്പനും അമ്മയും ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞിനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ കസിൻസിനൊക്കെ പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെയുള്ളൊരു കുഞ്ഞിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്ക് അതിനോടൊരു ഭയങ്കര ഒരു എന്താ പറയുക, ദൈവം എന്നെ ഏൽപ്പിക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുമായിരുന്നു. ഒത്തിരി കുട്ടികളുണ്ട്, എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നെ ഇപ്പോഴും അവർ എൻ്റെ പേര് കൂട്ടി ഗോഡ്സൺ ബ്രദറെ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. അന്ന് പോയ ആ സ്നേഹം ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുണ്ട്. ചിലർ അച്ഛൻ എന്നൊക്കെ, ഗോഡ്സൺ അച്ഛൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തായാലും ആ കുഞ്ഞ് എൻ്റെ കയ്യിൽ വന്നപ്പോൾ മുതൽ എനിക്കൊരു ഫാദർഹുഡ്, ഒരു സ്പിരിച്വൽ ഫാദർഹുഡിലേക്ക് ഞാൻ കയറുകയാണെന്നുള്ള വലിയൊരു ബോധത്തിലേക്ക് എനിക്ക് ഈശോന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. നിന്റെ ഉത്തരവാദിത്വമാണ്, നിന്നെ ഞാൻ രക്ഷിച്ചത് നിനക്ക് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നിന്റെ രൂപതയിൽ പോയി ജീവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളും ഇങ്ങനെയുള്ള ആളുകളും ഒക്കെ ഉണ്ട് ഈ ലോകത്തിൽ. അവർക്കൊക്കെ വേണ്ടി നിനക്ക് ജീവിക്കാനുള്ള വിളിയുണ്ട്. അതിനാണ് നിനക്ക് എൻ്റെ ജീവൻ തിരിച്ചു തന്നത് എന്ന ആ ഒരു ബോധത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ ആ കുഞ്ഞിൻ്റെ വളർച്ച, അവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളുടെയും വളർച്ച ഞങ്ങളുടെ കസിൻസൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോകുമായിരുന്നു. ഞങ്ങളവിടെ അത് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവർ വളരുന്നത് കണ്ടു, അവർ ചിരിക്കുന്നത്, അവരുടെ പ്രാർത്ഥനകൾ, അവർ ഈശോയെ കൂടുതൽ അറിയുന്നത്, അവർ പള്ളിയിൽ പോകുന്നത്, അവരുടെ ജന്മദിനാഘോഷങ്ങളൊക്കെ ഞങ്ങൾ പങ്കെടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആളുകളൊക്കെ, ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ കൊണ്ടുവരാനും ഇവരൊക്കെ പരിചയപ്പെടുത്താനൊക്കെ ഉള്ള ആ ഒരു വലിയ ബോധ്യം എനിക്ക് ഈശോ തന്നു. അങ്ങനെ ആ കുട്ടിയുടെ ആദ്യ കുർബാനയായി. കഴിഞ്ഞ ഇടയ്ക്കാണ് ആദ്യ കുർബാന നടന്നത്. അപ്പനും അമ്മയും ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളാണ് കുറേ പേര്. കുറച്ച് പേർക്കുണ്ട് സിംഗിൾ പാരൻസ് ഉണ്ട്, സെപ്പറേറ്റഡ് ആണ്. പക്ഷെ ഇവളുടെ അപ്പനെയും അമ്മയും ആരാണെന്ന് ആ കുഞ്ഞിന് ചിലപ്പം അറിയാതെയാണ് ആ കുഞ്ഞ് ഇത്രയും കാലം വളർന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സിസ്റ്റർമാർ ഒരു ഇൻവിറ്റേഷൻ തന്നു, ഈ കൊച്ചിൻ്റെ ആദ്യ കുർബാനയ്ക്ക്, അല്ലെങ്കിൽ മറ്റു കുട്ടികളും ഉണ്ട്, ഈ കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്ക് വരണം. 10 വർഷം മുമ്പ് ഞാൻ പൊടിക്കുഞ്ഞായിരുന്നു. അത് ഉണ്ടായിക്കഴിഞ്ഞ് 4ാമത്തെ ദിവസം എടുത്ത കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയ്ക്കാണ് എന്നെ സിസ്റ്റർമാർ ക്ഷണിക്കുക. അപ്പോൾ അതെനിക്ക് വലിയൊരു സന്തോഷം, ആനന്ദമൊക്കെ എനിക്ക് തന്നു. ഞാൻ അതിനുവേണ്ടി എൻ്റെ ടൈം ബ്ലോക്ക് ചെയ്തു, എൻ്റെ സമയം ദിവസമൊക്കെ ബ്ലോക്ക് ചെയ്ത് ഞങ്ങൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പല സ്ഥലത്ത് നിന്ന് വന്നവരൊക്കെ കൂട്ടി ഞാൻ അവിടെ ആദ്യ കുർബാനയ്ക്ക് പോയി. എനിക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. ഒത്തിരി അച്ഛന്മാരുണ്ടായിരുന്നു, കുട്ടികളുടെ ബന്ധുക്കൾ അച്ഛന്മാരായവരുണ്ടായിരുന്നു. അവരുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് 3 പേരാണ് ആദ്യ കുർബാന സ്വീകരിച്ചത്. എനിക്ക് വളരെ സന്തോഷം, ആനന്ദം തന്നൊരു ദിവസമായിരുന്നു ആ ദിവസം. എൻ്റെ കയ്യിൽ ഈശോ എനിക്ക് നോക്കാൻ പോലെ വെച്ച് തന്ന ആ കുഞ്ഞിന് അന്നേ ദിവസം ഞാൻ ആദ്യ കുർബാന കൊടുത്ത് അന്ന് എനിക്ക് വലിയ ഒരു ബോധ്യം കിട്ടി. എൻ്റെ സ്പിരിച്വൽ ഫാദർഹുഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അപ്പനെയും അമ്മയും കാണാത്ത ആ കുഞ്ഞിൻ്റെ അപ്പനായിട്ട് ഈശോ മാറുകയാണ്. ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ അവളുടെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ ആ 10 വർഷം ഈ കൊച്ചിനെ ആത്മീയമായിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ഒപ്പം തന്നെ പ്രാർത്ഥനകളിൽ ഞാൻ ഈ കുഞ്ഞിനെ ഓർക്കുമായിരുന്നു, അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുമായിരുന്നു. അന്നത്തെ ആ ദിവസം 2 മാസം മുമ്പ് ആദ്യ കുർബാന നടന്നപ്പോൾ ഈശോയെ അവളുടെ നാവിൽ ഞാൻ വെച്ച് കൊടുത്തപ്പം എനിക്ക് വേറെ ഒത്തിരി സൗഭാഗ്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു ആ ഒരു ആദ്യ കുർബാന സ്വീകരണം.
അങ്ങനെ ബാക്കിയുള്ള 2 കുട്ടികൾക്ക് ഞാൻ ഇത് ആദ്യ കുർബാനയുടെ ഇടയിൽ ഈശോയെ ഞാൻ കൊടുത്തു. അങ്ങനെ അത് എനിക്ക് വലിയൊരു സന്തോഷത്തിന് കാരണമായിട്ട് മാറി. അങ്ങനെ എൻ്റെ സ്പിരിച്വൽ ഫാദർഹുഡ് അവസാനിപ്പിച്ചു. ഞാൻ ഈശോയെ ആ കുഞ്ഞിനെ ഭരമേൽപ്പിച്ചു. ഇനി അവള് ഈശോയുടെ തണലിലാണ്, ഈശോയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ തണലിലാണ്. ആ കുഞ്ഞ് ഒത്തിരി നന്മയുള്ളൊരു കുഞ്ഞാണെന്ന് ഞാൻ സിസ്റ്റർമാർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് മാത്രമേ അവളത് ഭക്ഷിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും വേദനയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞാണ് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു കുഞ്ഞാണ്. അപ്പം അത് ദൈവത്തിൻ്റെ കുഞ്ഞ് തന്നെയായിരുന്നു എന്ന വലിയ ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വരാൻ ഇടയായി. അപ്പം പാരൻസ് ഒക്കെ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും എനിക്ക് മനസ്സിലായ കാര്യം, അവർ സങ്കടപ്പെടേണ്ടത് ആവശ്യമില്ല. അത് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ ഒരപ്പനോ അമ്മയും നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും സങ്കടപ്പെടരുത്. ഈശോയുടെ കരങ്ങളായിട്ട്, കാലുകളായിട്ട്, കണ്ണുകളായിട്ട്, നാവായിട്ട് പ്രവർത്തിക്കുന്ന അനേകം മിഷണറിമാരെ, പടയാളികളെ, സുഹൃത്തുക്കളെ, നല്ല ആത്മസുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള വലിയ ബോധ്യം എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അത് ഇന്നും ആ ബന്ധം തുടരുകയാണ്. വളരെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. സിസ്റ്റേഴ്സും വളരെ സന്തോഷത്തിലാണ്. ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾ അവിടെ വളർന്ന് പഠിച്ചവർ വിവിധ മേഖലകളിലൊക്കെ എത്തിച്ചേരുന്നു. അപ്പം ഈശോയെ കൊടുക്കുക എന്ന വലിയ ദൈവവിളിയാണ് എനിക്കുള്ളതെന്നുള്ള ആ ഒരു ഉറപ്പിലേക്ക് ഓരോ ദിവസവും എനിക്ക് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പം ഇതുപോലെയുള്ള അനാഥാലയങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട്, മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇപ്പോഴൊക്കെ എങ്ങനെ ഈശോയെ പകർന്നു കൊടുക്കുക? നീ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, ഈശോയുടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ പള്ളിയിൽ പോയിരുന്ന് ഈശോയുടെ മുമ്പിൽ നിന്റെ സങ്കടമൊക്കെ പറ. അപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ ഈശോയ്ക്ക് അതിന് പരിഹാരമുണ്ട്, ഉത്തരവുണ്ട് എന്ന് ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഈ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഒറ്റപ്പെടുന്ന അനുഭവമുണ്ട്. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്കറിയാം ന്യൂ നോർമലായ ഒരു സാഹചര്യമാണ്. അതായത് വീട്ടിൽ തന്നെ അനാഥത്വം നേരിടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്, അല്ലേ? അപ്പനമ്മ ജോലിക്കാരാണ്, അവരെ സ്നേഹിക്കാൻ ആളില്ല, അവരെ മനസ്സിലാക്കുന്നില്ല, അവർ ഒറ്റപ്പെടുന്നു, കൂട്ടുകാർ, നല്ല സുഹൃത്തുക്കളില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ എൻ്റെ മുമ്പിലേക്ക് എത്തിപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ ദൈവം എൻ്റെ മുമ്പിലേക്ക് അവരെ കൊണ്ടെത്തിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുള്ളൂ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ ഒരാൾ കാണിച്ചു തരാം. ആ ഈശോയെ നീ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് വലിയ വിജയത്തിൻ്റെ ആ ഒരു ലഹരി നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാസ്തുതി സ്തോത്രമേകാം. ഞാനിപ്പോൾ അച്ഛനായിട്ട് ഏകദേശം 7 വർഷത്തോളമായി. എൻ്റെ പപ്പയും അമ്മയുമാണ് എൻ്റെ ദൈവവിളിയുടെ തുടക്കക്കാരെന്ന് ഞാൻ പറഞ്ഞു വെച്ചു. അപ്പോൾ അവർ എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്, നീ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ചുമ്മാ ഇരിക്കുന്നൊരു അച്ഛനായിട്ട് കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈശോ സഞ്ചരിച്ചതുപോലെ നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഒരു സക്രാരി ആയിരുന്നു, ജീവിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ച ഒരു സക്രാരിയായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ച് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി, യോഹന്നാൻ കുതിച്ചു ചാടി നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ആളുകൾ ചുമ്മാ ഉറങ്ങിയിരിക്കാനുള്ള ആളുകളല്ല എന്ന് പപ്പയും അമ്മയും എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ വ്യത്യസ്തരായ വ്യക്തികളാണ്, വ്യത്യസ്തരായ മനുഷ്യരാണ്, വ്യത്യസ്തരായ സ്വഭാവ രീതികളുള്ളവരാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്വം എനിക്ക് ഈ അപ്പനും അമ്മയും, എൻ്റെ പപ്പയും അമ്മയും എനിക്ക് നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു അപ്പം ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പട്ടത്തിന് ഞാൻ എടുത്ത ഒരു വാക്യം, അത് ഒരു കോൺട്രവേഴ്സി ആയ ഒരു സംഭവമാണ്. എന്നെ അറിയുന്ന അച്ഛന്മാർ സാധാരണ നമ്മൾ നിനക്കെൻ്റെ കൃപ മതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവിറ്റേഷനിൽ കാർഡിൽ അടിക്കുക. പക്ഷെ ഞാൻ അടിച്ചൊരു കാര്യം, ബൈബിളിൽ തിരഞ്ഞെടുത്ത ഒരു വചനം ഇതാണ്, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കഴുതയാണ്. അപ്പം ഞാൻ എന്നെ തന്നെ ഒരു കഴുതയാക്കി മാറ്റാൻ കാരണമായിട്ട് മാറിയത് എൻ്റെ പപ്പയും അമ്മയാണ്. കാരണം ആളുകൾക്ക് നമ്മളെ ആവശ്യമുണ്ട്. നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി, ദിവ്യകാരുണ്യത്തിന് ശേഷം, ഈശോയെ സ്വീകരിച്ചതിന് ശേഷം ഇറങ്ങിത്തിരിക്കുക എന്ന ആ വലിയ ബോധത്തിലേക്ക് അപ്പനും അമ്മയും എനിക്ക്
എന്നെ പ്രചോദിപ്പിച്ചു, അതിലേക്ക് എത്താൻ വേണ്ടി എന്നെ പ്രചോദിപ്പിച്ചു. ഒപ്പം തന്നെ എനിക്ക് ബോധ്യമുണ്ട്, എന്നെ വെല്ലുവിളിക്കുന്നുണ്ട് ചില ജീവിതങ്ങൾ. പ്രത്യേകിച്ച് എൻ്റെ പപ്പയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പപ്പയും അമ്മയും ഞങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കുരിശ് വരയ്ക്കുമ്പോൾ അനിയനും ഒക്കെയുള്ള ഒരു സമയങ്ങളിലൊക്കെ 1 മണിക്കൂറാണ് കുരിശ് വര. അപ്പോൾ അതിൽ ഞാൻ 2008 ജൂൺ 7 സെമിനാരിൽ ചേർന്നത്. അന്ന് മുതൽ എൻ്റെ പപ്പ, അമ്മച്ചിക്ക് മുട്ടിന് തേയ്മാനം ഉണ്ടാവുകൊണ്ട് അമ്മച്ചിക്ക് കുത്തി നിൽക്കാൻ പറ്റത്തില്ല. പപ്പ 1 മണിക്കൂർ നേരം മുഴുവനും ഈ മുട്ടുകുത്തി നിന്നാണ് കുരിശുവര നടത്തുക. ഇന്ന് ഈ ദിവസങ്ങൾക്ക് പപ്പ അമ്മച്ചിയുടെ ആശുപത്രിയിലാണ്, അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന നടക്കുന്നില്ല. പക്ഷേ വീട്ടിലുള്ള ദിവസങ്ങളിൽ വീട്ടിൽ ഞങ്ങൾ കുരിശുവര 1 മണിക്കൂർ പപ്പ മുട്ടുകുത്തി നിന്നാണ്. പപ്പയ്ക്ക് നടുവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വേദനയുണ്ട്, മുട്ടിന് വേദനയുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഈ കാഴ്ചകൾ, പ്രത്യേകിച്ച് ഈ അനുഭവങ്ങൾ എന്നെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ, റിസ്കി ആയ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈശോയ്ക്ക് വേണ്ടി ഓരോ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പട്ടം സ്വീകരിക്കുന്നതിന് 6 മാസം മുമ്പ് എനിക്ക് പരിചയമുള്ളൊരു ചേച്ചി, 3 മക്കളുടെ അമ്മയാണ്. ആ ചേച്ചി എനിക്ക് വേണ്ടി കുർബാനകൾ 6 മാസം, ഡീക്കനായിരുന്ന 6 മാസം കുർബാനകൾ മുട്ടുകുത്തി നിന്ന്, ആ കുർബാനകൾ തീരുന്നോളം വരെ മുട്ടുകുത്തി നിന്ന് ആണ് എനിക്ക് വേണ്ടി എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ പണ്ട് പറഞ്ഞതായിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതങ്ങൾ, കുർബാനയായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ കുർബാന പോലെ പൊടിഞ്ഞില്ലാതാകുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം മെതിക്കപ്പെടുന്ന, ബ്രൂയിസ് ചെയ്യപ്പെടുന്ന, നമ്മൾ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടെങ്കിലും നമ്മളെ ചിലപ്പോൾ സഹായിച്ചവരൊക്കെ തന്നെയായിരിക്കും നമ്മളെ, ഈശോയ്ക്കുണ്ടായ അതേ അനുഭവം തന്നെ, സഹായിച്ചവരൊക്കെ ആയിരിക്കും നമ്മളെ ഒറ്റപ്പെടുത്തുകയും നമ്മൾ മുറിപ്പെടുത്തുകയും ചെയ്യും. അപ്പോഴും ഈ വിശുദ്ധ കുർബാന എന്നെ പ്രചോദിപ്പിക്കുന്നു. കാരണം ഞാൻ ഇതുപോലെ കടന്നുപോയ അതാണെന്നുള്ള വലിയ ബോധ്യം ഈശോ എനിക്ക് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, എന്നെ ഓരോ ദിവസവും വെല്ലുവിളിക്കുകയാണ്, എന്നെ പ്രചോദിപ്പിക്കുകയാണ്. കുർബാനയുടെ ആദ്യ ഭാഗം മാത്രമാണ് ഈ പള്ളിക്കകത്ത് തീരുന്നുള്ളൂ. അത് നമ്മൾ പലരും മറന്നു പോകുന്നുണ്ട്. അതിൻ്റെ 2ാം ഭാഗമുണ്ട്. ആ 2ാം ഭാഗം ഈ പള്ളിയുടെ ദേവാലയത്തിൻ്റെ വാതിലിന് പുറത്ത് ജീവിക്കണമെന്നുള്ള കാര്യം, അതാണ് യഥാർത്ഥത്തിൽ കുർബാനയുടെ 2ാം ഭാഗമെന്ന് ഞാൻ തിരിച്ചറിയണം. ആദ്യത്തെ ഭാഗം അവസാനിച്ചു, ദേവാലയത്തിൽ അവസാനിച്ചു, ഈശോയെ സ്വീകരിച്ചു. പിന്നീട് നമ്മൾ പോയി ഉറങ്ങാനുള്ളവരല്ല, പിന്നീട് നമ്മൾ പോയിട്ട് നമ്മുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാനുള്ളവരല്ല. ഞാൻ പരിശുദ്ധ അമ്മയെ പോലെ, ഈശോയെ ഉദരത്തിൽ വഹിച്ച് ഓടി നടന്ന് ശുശ്രൂഷ ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ ഒറ്റപ്പെട്ടവരുടെ നടുവിലേക്ക്, അല്ലെങ്കിൽ സങ്കടപ്പെടുന്നവരുടെ ഇടയിലേക്ക്, ഇല്ലെങ്കിൽ ജീവിതം മടുത്തു എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ അടുത്തേക്കൊക്കെ ഓടിച്ചെല്ലുന്ന, കിടപ്പ് രോഗികളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന, അനാഥരായ, അല്ലെങ്കിൽ ആളുകൾ ഉപേക്ഷിച്ച, അല്ലെങ്കിൽ സമ്പത്തുണ്ടായിരുന്നപ്പോൾ ചേർത്ത് നിർത്തി സമ്പത്ത് പോയപ്പം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞ, പൂച്ചക്കുഞ്ഞിനെ പോലെ എടുത്തു കളഞ്ഞ ആളുകളുടെ അടുക്കലേക്ക് എത്തിപ്പെടാനുള്ള വലിയ വെല്ലുവിളിയാണ് ഈശോ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ എനിക്ക് പേഴ്സണലി ബോധ്യമായിട്ട് ഈശോ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ ആ ദിവികാരണ സ്നേഹത്തിലേക്ക്, ഈശോ മുറിയപ്പെടുക മാത്രമല്ല, ഈശോ തന്നെ വീതിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, തന്നെ പാനീയമായിട്ടും അപ്പമായിട്ടും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ ആവശ്യമുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ എൻ്റെ ഈ ജീവിതാനുഭവം എന്നെ വീണ്ടും വീണ്ടും ഓരോ ദിവസവും പ്രചോദിപ്പിക്കുകയാണ്, എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരെ നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ പരിശ്രമിക്കാം. ദിവികാരണം വലിയൊരു ശക്തിയാണ്. നമ്മളുടെ യാത്ര സ്വർഗത്തിലേക്കാണ്. ആ ഒരു തിരുപാഥേയമായിട്ട് നമ്മൾ യാത്രക്കാരാണ് ഈ ഭൂമിയിൽ. യാത്രക്കാരുടെ ഭക്ഷണം എന്ന് പറയുന്നത് പാഥേയമാണ്. ആ പാഥേയം തിരുപാഥേയമായിട്ട് മാറിയാൽ, ഈശോയുടെ ദിവികാരണമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര വളരെ സുഗമമാകും, വളരെ ആനന്ദദായകമായിട്ട് മാറും. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഭവനം സ്വർഗമാണ്. ഈശോയെ കണ്ടുമുട്ടുന്നതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ പ്രചോദിപ്പിക്കുകയും നമ്മളെ പോഷിപ്പിക്കുകയും ചെയ്യുന്ന മഹത്തരമായ ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന. അതിലേക്ക് നമുക്ക് കൂടുതൽ, ഈശോയിലേക്ക് കൂടുതൽ നമുക്ക് ആഴപ്പെടാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ഓരോ ദിവ്യബലികളും മറ്റൊരു കുർബാനയായിട്ട്, മറ്റൊരു ഈശോയായിട്ട്, മറ്റൊരു ശുശ്രൂഷകനായിട്ട്, മറ്റൊരു ദൈവത്തിൻ്റെ ദാസനായിട്ട്, ദാസിയായിട്ട് മാറാൻ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹ